ത്രില്ലേഴ്സ് മൂവി റീക്യാപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2003 റിലീസ് ചെയ്യപ്പെട്ട ഷ്രെഡർ എന്ന അമേരിക്കൻ ഫിലിമിന്റെ സ്റ്റോറിയാണ്. ഇതൊരു സ്ലാഷർ ഫിലിമാണ്. സ്ലാഷർ ജോൺറയിൽ പെടുന്ന സിനിമയാണ്. മഞ്ഞ് മൂടിക്കിടക്കുന്ന പർവ്വത നിരകൾ പശ്ചാത്തലമാക്കിയിട്ടാണ് സിനിമയുടെ കഥ. ഇതിലൊരു സൈക്കോ കില്ലർ ഉണ്ട്. ആ സൈക്കോ ആരാണ് എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ സസ്പെൻസ്. ഈ സിനിമയുടെ സ്റ്റോറിയാണ് ഇനി പറഞ്ഞു തുടങ്ങുന്നത്. സ്പോയിലർ ഉണ്ടായിരിക്കും. വാച്ച് ഔട്ട് ആൻഡ് ടേക്ക് കെയർ. മഞ്ഞ് മൂടിക്കിടക്കുന്ന വലിയ പർവ്വത നിരകൾ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. തുടർന്നൊരു യുവാവ് അതിലൂടെ സ്നോ ബോർഡിംഗ് ചെയ്യുന്നത് കാണിക്കുന്നു. ആ യുവാവിനെ കറുത്ത വസ്ത്രധാരിയായ ഒരു അജ്ഞാതൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ യുവാവിന് മനസ്സിലാവുന്നത് തന്നെ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആ അജ്ഞാതൻ മരങ്ങൾക്കിടയിലൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വയർ പിടിച്ചു വലിക്കുന്നു. ആ വയറ് ഈ യുവാവിൻ്റെ സ്നോ ബോർഡിംഗ് ചെയ്യുന്ന യുവാവിൻ്റെ കഴുത്തിൽ കൊള്ളുന്നു. അങ്ങനെ ആ യുവാവിൻ്റെ കഴുത്ത് കട്ടായി പോയി. ആ യുവാവ് മരിച്ചു പോകുന്നു. താഴെ വീണെടുക്കുന്ന ആ യുവാവിൻ്റെ അടുത്തേക്ക് ആ അജ്ഞാതൻ കടന്നു വരുന്നു. ആ യുവാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്കീയിങ്ങിനെ കുറിച്ചുള്ള ഒരു പേപ്പർ അത് വലിച്ചു കീറിക്കൊണ്ട് അജ്ഞാതൻ അവിടെ നിന്ന് കടന്നു പോകുന്നു. ശേഷം കാണിക്കുന്നത് ചിത്രത്തിലെ ഹീറോയിനായ കിംബർലിയും അവളുടെ ബോയ് ഫ്രണ്ട് കോളും അവളുടെ ഒരു കസിനും 3 സുഹൃത്തുക്കളും ചേർന്ന് ജീപ്പിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു പർവ്വതത്തിലുള്ള സ്ഥിതി ചെയ്യുന്ന ഒരു സ്കീ റിസോർട്ടിലേക്കാണ്. ആ സ്കീ റിസോർട്ട് ഇതുവരെ അടഞ്ഞു കിടക്കുന്നൊരു റിസോർട്ടാണ്. കിംബർലിയുടെ അച്ഛൻ അടുത്ത് തന്നെ ആ ഒരു റിസോർട്ട് മേടിക്കും. ആ റിസോർട്ട് മേടിച്ച് പുതിയതായി നല്ല രീതിയിൽ അത് ബിൽഡ് ചെയ്തുകൊണ്ട് നല്ലൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആക്കുക എന്നാണ് കിംബർലിയുടെ അച്ഛൻ്റെ ലക്ഷ്യം. അതിനു മുമ്പായി ആ റിസോർട്ട് ഒന്ന് വിസിറ്റ് ചെയ്യുക, അവിടെ ഒന്ന് താമസിക്കുക, ഒന്ന് സ്നോ ബോർഡിങ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടൊക്കെ കൂടിയിട്ടാണ് കിംബർലിയും സുഹൃത്തുക്കളൊക്കെ അവിടേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യാത്രക്കിടയിൽ പെട്രോൾ അടിക്കുന്നതിന് വേണ്ടി ഇവരൊരു പെട്രോൾ പമ്പിൽ ഇവരുടെ ജീപ്പ് സ്റ്റോപ്പ് ചെയ്യുന്നു. അവിടെ വെച്ച് ക്രിസ്റ്റഫർ എന്ന പേരിലൊരു യുവാവിനെ ഇവർ പരിചയപ്പെടുന്നു. അവൻ യൂറോപ്പിൽ നിന്ന് ഇവിടേക്ക് വന്നിട്ടുള്ളതാണ് എന്ന് ഇവരോട് പറയുന്നു. മാത്രമല്ല ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്കീ റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളിലേക്ക് സ്നോ ബോർഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ക്രിസ്റ്റഫർ പോകുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ക്രിസ്റ്റഫറിനെ ഇവരുടെ കൂടെ കൂട്ടിക്കൊണ്ട് യാത്ര തുടരുന്നു. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ സ്കീ റിസോർട്ടിന്റെ മുന്നിൽ എത്തിച്ചേരുന്നു. ഒരുപാട് വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്നൊരു റിസോർട്ടാണിത്. അങ്ങനെ കിംബർലിയുടെ കാമുകൻ കോൾ അവൻ ആ ഒരു തുരുമ്പിച്ച ചങ്ങലകൾ കട്ട് ചെയ്ത് ഗേറ്റ് തുറക്കാനുള്ള ഒരു ശ്രമമാണ്. ഈ ഒരു സമയത്ത് ക്രിസ്റ്റഫറും ഇവരുടെ കൂട്ടത്തിലുള്ള ചിലരും സ്നോ ബോർഡിംഗ് ചെയ്യാൻ ആരംഭിക്കുന്നു. ഇവരെ സ്നോ ബോർഡിംഗ് ചെയ്യുന്നത് ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ അജ്ഞാതൻ, ആ ഒരു സൈക്കോ വരെ കാണുന്നു. അയാൾ ഇവരെ നിരീക്ഷിക്കുന്നു, ശ്രദ്ധിക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം അവരെല്ലാവരും ആ റിസോർട്ടിന്റെ മുന്നിലേക്ക് തിരിച്ചു വരുന്നു. ഇന്ന് രാത്രിയിൽ ഈ റിസോർട്ടിൽ താമസിച്ചുകൊണ്ട് ബീറൊക്കെ കുടിച്ച് ഒന്ന് എൻജോയ് ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇവര്. അങ്ങനെ ബീർ മേടിക്കുന്നതിന് വേണ്ടി ഇവരുടെ കൂട്ടത്തിലുള്ള സ്കൈലാറും അതുപോലെ കിംബർലിയുടെ ബോയ് ഫ്രണ്ടായ കോളും കൂടി ഇപ്പോൾ ഒരു ബാറിലേക്ക് വന്നിരിക്കുകയാണ്. ആ ബാറിൽ വർക്ക് ചെയ്യുന്ന ബാർട്ടൻഡർ ഇവർ ആ റിസോർട്ടിലാണെന്ന് താമസിക്കുന്നത് എന്ന കാര്യം അറിഞ്ഞപ്പോൾ അയാൾ ഇവരോടൊരു കാര്യം പറയുന്നു. ആ റിസോർട്ടിൽ ആ ഒരു ഏരിയ അത്ര നല്ലല്ല, ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലത്. ഒരുപാട് ആളുകൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടുള്ളൊരു ഏരിയ ആണ്. അവിടെ താമസിക്കുന്നത് നല്ലതല്ല എന്നൊരു വാണിംഗ് ഇവർക്ക് അയാൾ കൊടുക്കുന്നു. അത് കേട്ടപ്പോൾ ഇവരത്ര ഒരു സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല. ബീർ മേടിച്ചതിന് ശേഷം ഇവർ ഒരുപാട് ബീർ മേടിച്ചിട്ടുണ്ട്. അതെല്ലാം ഇവരുടെ ജീപ്പിൽ ലോഡ് ചെയ്തുകൊണ്ട് തിരിച്ച് റിസോർട്ടിലേക്ക് യാത്ര തിരിക്കുന്നു. ശേഷം റിസോർട്ടിൽ ഇവരെല്ലാവരും ബീറൊക്കെ കുടിച്ച് സംസാരിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് പുറത്തുനിന്ന് ആരോ ഇവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ അത് ആ സൈക്കോ ആയിരിക്കാം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടേക്കൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കടന്നു വരുന്നു. ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പ്രധാന ചുമതലയുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇയാൾ. ആ പോലീസുകാരൻ ഇവരോട് പറയുന്നു, നിങ്ങൾ എന്ത് അധികാരത്തിന്റെ പുറത്താണ് ഇവിടെ കയറി താമസിച്ചിരിക്കുന്നത്? ഈ സ്ഥലം തീരെ സേഫ് അല്ല, സുരക്ഷിതമല്ലാത്തൊരു സ്ഥലമാണ്. ഒരുപാട് മരണങ്ങളും കൊലപാതകങ്ങളും വരെ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്ന് അയാൾ ഇവരോട് പറയുന്നു. അത് കേട്ടപ്പോൾ ഇവര് അയാളെ പരമാവധി സോപ്പിട്ട് മയക്കിയെടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നു, ഇവരുടെ കൂട്ടത്തിലുള്ള ലേഡീസ്. പക്ഷേ അതിലൊന്നും ആ പോലീസുകാരൻ സെറ്റാവുന്നില്ല. അങ്ങനെ കിംബർലിയുടെ ബോയ് ഫ്രണ്ടായ കോൾ കുറച്ച് കാശ് അയാളുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. അതിൽ അയാൾ ഓക്കെ ആവുന്നു. അങ്ങനെ ആ പോലീസുകാരൻ അവിടെ നിന്ന് പോകുന്നു.
ആ പോലീസുകാരൻ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ സൈക്കോയുടെ മുന്നിൽ വന്ന് വിടുന്നു. അങ്ങനെ സൈക്കോ അവന്റെ കയ്യിൽ ഒരു ആയുധം കൊണ്ട് ആ പോലീസുകാരനെ കുത്തിക്കൊല്ലുന്നു. ശേഷം കിംബർലി ഇവരോടൊരു കാര്യം പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് സ്നോ ബോർഡിംഗ് ചെയ്യാനായി ഒരു കൂട്ടം ആളുകൾ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഈ റിസോർട്ടിൽ താമസിച്ചിരുന്നു. ആ ആളുകൾ ഒരു ടീനേജ് ഗേളിനെ ഇവിടെ വെച്ച് കൊല്ലുകയുണ്ടായി. ആ ഒരു കൊലപാതകത്തിന് ശേഷമാണ് ഈ ഒരു റിസോർട്ട് അടച്ചു പൂട്ടിയിരിക്കുന്നത്. അടുത്ത ദിവസം ഇവരെല്ലാവരും സ്നോ ബോർഡിംഗ് ചെയ്യുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് പലരും പല ഏരിയകളിലായിട്ടാണ് ഈ സ്നോ ബോർഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവരുടെ കൂട്ടത്തിലുള്ള കിർക്ക് എന്ന ആള് അവൻ സ്നോ ബോർഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു വിചിത്രമായൊരു വുഡ് ഹൗസ് പോലുള്ളൊരു ഷെഡ് കാണുന്നു. അവൻ അവിടേക്ക് പോയി നോക്കുന്നു. അവൻ അവിടെ എത്തി ആ ഒരു ഷെഡിന്റെ വാതില് തുറന്നു നോക്കുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തോ കണ്ടവൻ വളരെ ആശ്ചര്യപ്പെടുന്നു. ശേഷം അവൻ പുറത്തേക്ക് നോക്കിയപ്പോൾ പുറത്ത് സൈക്കോ നിൽക്കുന്നുണ്ടായിരുന്നു. സൈക്കോയുടെ കയ്യിലുള്ള ഒരു ആക്സ് ഉപയോഗിച്ച് അവനെ ആക്രമിക്കുന്നു. ശേഷം സൈക്കോ മഞ്ഞുകൊണ്ടുണ്ടാക്കിയ, ഐസ് കൊണ്ടുണ്ടാക്കിയ ഒരു ആയുധം കൊണ്ട് കിർക്കിനെ സൈക്കോ കുത്തിക്കൊല്ലുന്നു. കിർക്കിനെ കുത്തിക്കൊന്നതിന് ശേഷം സൈക്കോ അവന്റെ സ്നോ ബോർഡ് ആക്സ് കൊണ്ട് വെട്ടിപ്പൊളിക്കുന്നു. ശേഷം ഇവരുടെ കൂട്ടത്തിലുള്ള റോബിൻ എന്ന യുവതി അവിടെ വർക്കിങ്ങിലുണ്ടായിരുന്ന ചെയർ ലിഫ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ അവൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൈക്കോ അവിടേക്ക് വരുന്നു. സൈക്കോ ചെയറിൽ കയറിയിരിക്കുന്നു. സൈക്കോ റോബിനെ അതിൽ നിന്ന് തള്ളി താഴെ ഇടാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൾ തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നു. അവൾ പുഷ് ചെയ്തുകൊണ്ട് ആ സൈക്കോയെ അതിൽ നിന്ന് തള്ളിയിടുന്നു. സൈക്കോയുടെ കയ്യിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടുവെങ്കിലും വേറൊരു പ്രശ്നം ഉണ്ടാവുന്നു. അവൾ ആ ചെയർ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അവളുടെ കഴുത്തിലുണ്ടായിരുന്ന സ്കാർഫ് ദൗർഭാഗ്യവശാൽ അതിൽ ചുറ്റിപ്പിടിക്കുന്നു. അങ്ങനെ അത് മുന്നോട്ട് പോകുന്നു. കഴുത്തിൽ അത് തൂങ്ങിക്കൊണ്ട് വരിഞ്ഞു മുറുകിക്കൊണ്ട് റോബിൻ മരിക്കുന്നു, ദാരുണമായി മരിക്കുന്നു. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് ഇവരുടെ കൂട്ടത്തിലുള്ള സ്കൈലർ എന്ന യുവാവ് അവൻ സ്നോ ബോർഡിംഗ് ചെയ്യുന്നതിനിടയിൽ മറ്റൊരു യുവതി സ്നോ ബോർഡിംഗ് ചെയ്യുന്നത് കാണുന്നു. ആ യുവതിയെ ഇവൻ ഇന്നലെ ബീർ മേടിക്കാൻ പോയ സമയത്ത് ബാറിൽ വെച്ച് കണ്ടിരുന്നു. ആ ബാറ് നടത്തുന്ന ആളുടെ മകളായിരുന്നു ഈ യുവതി. ഷെല്ലി എന്നാണ് ഈ യുവതിയുടെ പേര്. ഷെല്ലി സ്കൈലറുമായി നല്ല കമ്പനി ആവുന്നു. അവർ വളരെ ഫ്രണ്ട്ലി ആവുന്നു. ശേഷം അവർ നല്ല രീതിയിൽ ഇങ്ങനെ പഞ്ചാരടിച്ച് ഇരിക്കുന്ന സമയത്താണ് ഷെല്ലിയുടെ ഫാദർ അവിടേക്ക് കടന്നു വരുന്നത്. അതായത് ആ ബാറ് നടത്തുന്ന ആള്. അയാൾ ഷെല്ലിയെ ഒരുപാട് വഴക്ക് പറയുന്നു. മാത്രമല്ല സ്കൈലാറിനോട് എത്രയും പെട്ടെന്ന് ഇവിടെ വിട്ട് പോകാനുള്ള ഒരു മുന്നറിയിപ്പ്, ഒരു വാർണിംഗ് അയാൾ സ്കൈലാറിന് കൊടുക്കുന്നു. എന്നിട്ട് അയാൾ തിരിച്ചു പോകുന്നു. ശേഷം സ്കൈലാർ കോളിനെയും ഇവരുടെ കൂട്ടത്തിലുള്ള പൈക്ക് എന്ന യുവതിയെയും കണ്ടുമുട്ടുന്നു. അവർ 3 പേരും കൂടി സ്നോ ബോർഡിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ആരോ കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന മഞ്ഞുകട്ടയുടെ ഉള്ളിൽ ഒരു മനുഷ്യന്റെ കൈ അവർ കാണുന്നു. അവർ ആ മഞ്ഞ് തട്ടി മാറ്റിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ട് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു സൈക്കോ കൊന്ന ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ മൃതശരീരമായിരുന്നു അത്. അയാളുടെ നെറ്റിയിലായിരുന്നു സൈക്കോ മൂർച്ചയേറിയ ആയുധം കുത്തി കയറ്റിയിട്ടുള്ളത്. കോൾ പറയുന്നു ഇവർ ആ പെട്രോൾ പമ്പിൽ നിന്ന് പിക്കപ്പ് ചെയ്ത യൂറോപ്യനായ ക്രിസ്റ്റഫർ ആയിരിക്കാം ഇതിന് പിന്നിൽ. അവനായിരിക്കാം ഇങ്ങനെ ചെയ്തതെന്ന് അവൻ പറയുന്നു. ഇത് സ്കൈലാറിനും പൈക്കിനും അത്ര വിശ്വസനീയമായി തോന്നുന്നില്ല. തുടർന്ന് അവരെ ഈ ഒരു കാര്യം മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ തേടി അവര് റിസോർട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. റിസോർട്ടിൽ വന്നു നോക്കിയപ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. തുടർന്ന് അവിടെ വെച്ചുണ്ടായ ഒരു സംസാരത്തിനിടയിൽ പൈക്കും കോളും തമ്മിലൊരു വലിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നു. ശേഷം കോളിനെ കൂട്ടാതെ പൈക്കും സ്കൈലാറും സ്നോ ബോർഡ് എടുത്ത് മറ്റുള്ളവരെ അന്വേഷിക്കാനായി ഇറങ്ങിത്തിരിക്കുന്നു. ഇതേ സമയം തന്നെ ഈ ഒരു റിസോർട്ടിന്റെ മറ്റൊരു ഭാഗത്തുണ്ടായിരുന്ന ബാത്ത് ടബിൽ ഇരുന്നുകൊണ്ട് ക്രിസ്റ്റഫറും കിംബർലിയും തമ്മിൽ സംസാരിക്കുകയായിരുന്നു. ക്രിസ്റ്റഫർ കിംബർലിയോട് പറയുന്നു, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ടീനേജ് ഗേൾ മരിക്കാനുണ്ടായ കാരണം ക്രിസ്റ്റഫറിന്റെ സുഹൃത്തുക്കളായിരുന്നു. അന്ന് മരണപ്പെട്ട ആ ഒരു ടീനേജ് ഗേൾ ഇവിടെ അടുത്ത് ബാർ നടത്തുന്ന ഒരാളുടെ ഇളയ മകളായിരുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം ക്രിസ്റ്റഫറിന്റെ സുഹൃത്തുക്കൾക്ക് എന്ത് പറ്റിയെന്ന് ആർക്കും അറിയില്ല. അവർ അപ്രത്യക്ഷരായി. അവരെ പിന്നീട് ആരും കണ്ടിട്ടില്ല. ക്രിസ്റ്റഫർ ആ ഒരു ബാർ നടത്തുന്ന ആളെ സംശയിക്കുന്നു. അയാൾ ഇവരുടെ സുഹൃത്തുക്കളെ എന്തോ ചെയ്തിട്ടുണ്ട് എന്നാണ് ക്രിസ്റ്റഫറിന്റെ സംശയം. ആ ഒരു സംശയം തീർക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇവൻ ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. മറ്റുള്ളവരെ അന്വേഷിച്ച് എന്ന സ്കൈലാറും പൈക്കും ഇതിനു മുമ്പ് കണ്ട അതേ സ്ഥലത്തേക്ക് തന്നെ എത്തിച്ചേരുന്നു. അവരതിൻ്റെ ഉള്ളിൽ കയറി നോക്കുന്നു. അവിടെ ഒരു ഫ്രോസൺ ആയിട്ടുള്ള ഒരു ടീനേജുകളുടെ മൃതശരീരമുണ്ടായിരുന്നു. അവരവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൈക്കോ അവിടേക്ക് കടന്നു വരുന്നു. സൈക്കോയെ കണ്ടതും അവര് ഡോർ അടയ്ക്കുന്നു. ഈ ഒരു സമയത്ത് ഡോറിന്റെ സൈഡിലായി ചാരി വെച്ചിട്ടുണ്ടായിരുന്ന ഇവരുടെ കൂട്ടത്തിലുള്ള കിർക്ക് എന്ന യുവാവിന്റെ മൃതശരീരം അവിടേക്ക് മറിഞ്ഞു വീഴുന്നു. തുടർന്ന് സൈക്കോയും ഇവരും തമ്മിലൊരു സംഘട്ടനം നടക്കുന്നു. സൈക്കോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ ആക്സ് ഉപയോഗിച്ച്
സ്കൈലാറിന്റെ കാലിലേക്ക് ഒരു വെട്ടുന്നു. തുടർന്ന് പൈക്ക് സൈക്കോയെ നേരിടുന്നു. അവൾ സ്നോബോർഡ് ഉപയോഗിച്ച് സൈക്കോയെ അടിക്കുന്നു. തുടർന്ന് ഇവരും സൈക്കോയും തമ്മിലുള്ള ഒരു ഫൈറ്റിനൊടുവിൽ ഇവർ ഒരു വിധത്തിൽ സൈക്കോയെ അടിച്ച് നിലംപരിശമാക്കി അവിടെ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു പോരുന്നു. ഇതേ സമയം കിംബർലയെ അന്വേഷിച്ച് എന്ന കോൾ കാണുന്നത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ്. ബാത്ത് ടബിൽ ക്രിസ്റ്റഫറും കിംബർലയും ഇന്റിമേറ്റ് ആവുന്ന ഒരു സീനാണ് അവൻ കാണുന്നത്. അത് കണ്ട് ഞെട്ടിപ്പോയ അവൻ കിംബർലയോട് ക്രിസ്റ്റഫർ ഒരു കൊലപാതകിയാണെന്ന് പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ കിംബർലയ്ക്ക് അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ എല്ലാം കൊണ്ടും നിരാശനായ അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവന്റെ പിന്നാലെ അവനെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി കിംബർലയും അവന്റെ പിന്നാലെ ഓടിപ്പോകുന്നു. തുടർന്ന് സ്കൈലാറിനെയും പൈക്കിനെയും അവരെ കണ്ടുമുട്ടുന്നു. സൈക്കോയുമായി ഏറ്റുമുട്ടിയ കാര്യം ഇവരെ കോളിനോടും കിംബർലയോടും പറയുന്നു. എന്നാൽ കോൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ക്രിസ്റ്റഫർ തന്നെയാണ് സൈക്കോ എന്നാണ്. അപ്പോൾ പൈക്ക് അവനെ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ആ സൈക്കോയുമായി ഏറ്റുമുട്ടിയിട്ടാണ് ഞങ്ങൾ വരുന്നത് എന്ന് അവനെ പറഞ്ഞു മനസ്സിലാക്കുന്നു. ഈ ഒരു സമയത്താണ് ക്രിസ്റ്റഫറിന്റെ നിലവിളി കേൾക്കുന്നത്. അവരവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ക്രിസ്റ്റഫർ ബാത്ത് ടബിൽ മരിച്ചു കിടക്കുന്നതാണ്. ആ സൈക്കോ ക്രിസ്റ്റഫറിനെ ഒരു ഷവൽ ഉപയോഗിച്ച് തലക്കടിച്ച് കൊന്നു കഴിഞ്ഞിരുന്നു. ശേഷം ഇവരിൽ അവശേഷിക്കുന്ന ആളുകൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകുന്നതിന് വേണ്ടി ഇവർ വന്ന ജീപ്പിന്റെ അടുത്തേക്ക് വരുന്നു. നോക്കുമ്പോൾ ആ ജീപ്പിന്റെ ഹുഡ് തുറന്നിട്ടിരിക്കുകയാണ്. സൈക്കോ ഹുഡിനകത്തെ വയർ കണക്ഷൻസൊക്കെ ജീപ്പിന്റെ കണക്ഷൻസൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിരുന്നു, മുറിച്ചു വച്ചിരിക്കുന്നു. അങ്ങനെ ഇവരാകെ പെട്ടുപോകുന്നു. ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇവർക്ക് ഇനി രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ജീപ്പ് ശരിയാക്കിയേ മതിയോ. ആ രാത്രിയിൽ റിസോർട്ടിൽ തന്നെ തങ്ങാൻ ഇവര് തീരുമാനിക്കുന്നു. പരിക്കേറ്റുള്ള സ്കൈലാറിന്റെ കാലിന്റെ മുകളിൽ പറ്റിയിരിക്കുന്ന ആ മുറിവ് ഇവര് തുന്നിക്കെട്ടുന്നു. ശേഷം പൈക്കും കോളും ചേർന്ന് ആ ഒരു ജീപ്പ് സൈക്കോ കണക്ഷൻസ് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്ന ആ ജീപ്പ് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്ന വയേഴ്സൊക്കെ കൂട്ടി യോജിപ്പിച്ച് ആ ഒരു ജീപ്പ് ഇവർ വീണ്ടും ഒരു സ്റ്റാർട്ടിംഗ് കണ്ടീഷനിലേക്ക് ആക്കാൻ വേണ്ടി ഒരു ശ്രമമായിരുന്നു. ഇതിനിടയിൽ സൈക്കോ റിസോർട്ടിലേക്ക് കടന്നു പറ്റുന്നു. സൈക്കോ ആദ്യം സ്കൈലാറിനെ കുത്തിക്കൊല്ലുന്നു. ശേഷം അവൻ കിംബർലയെയും ആക്രമിക്കുന്നു. ഈ ഒരു സമയത്ത് കോളും പൈക്കും ചേർന്ന് ആ ജീപ്പിന്റെ കണക്ഷൻസ് ഒക്കെ കൂട്ടി യോജിപ്പിച്ച് അത് ഒരു വിധത്തിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ജീപ്പ് സ്റ്റാർട്ട് ആവുന്നില്ല. ഇതിനിടയിലാണ് കിംബർലയുടെ നിലവിളി ഇവരെ കേൾക്കുന്നത്. അങ്ങനെ കോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് കിംബർലയുടെ മൃതദേഹമായിരുന്നു. സൈക്കോ അവളെ കുത്തി കൊന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ പുറത്ത് ജീപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പൈക്കിന്റെ ശ്രമത്തിനിടയിൽ ഒരു വിധത്തിൽ ജീപ്പ് സ്റ്റാർട്ട് ആവുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് സൈക്കോ അവിടേക്ക് വന്ന് ഡോറ് കടന്ന് ജീപ്പിന്റെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. പൈക്ക് ജീപ്പ് ഗിയറിലിട്ട് മുന്നോട്ടെടുക്കുന്നു. അങ്ങനെ സൈക്കോ അവിടെ വീഴുന്നു. തുടർന്ന് പൈക്ക് ജീപ്പ് റിവേഴ്സ് എടുത്തുകൊണ്ട് സൈക്കോയെ ഇടിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നു. പക്ഷെ അത് പാളിപ്പോകുന്നു, ജീപ്പിന്റെ കൺട്രോൾ പോകുന്നു. അങ്ങനെ ഈ ഒരു അവസരത്തിൽ സൈക്കോ കയ്യിലുള്ള ആയുധം കൊണ്ട് പൈക്കിനെ കുത്തിക്കൊല്ലുന്നു. ശേഷം ആ റിസോർട്ടിൽ നിന്നും പുറത്തേക്ക് കടന്ന കോൾ കാണുന്നത് മരിച്ചു കിടക്കുന്ന പൈക്കിനെയാണ്. ഇനിയിപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ആകെ കൂടി അവശേഷിക്കുന്നത് കോൾ മാത്രമാണ്. മറ്റെല്ലാവരും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സമയത്ത് കോൾ ആ സൈക്കോയെ വെല്ലുവിളിക്കുന്നു. നീ ധൈര്യമുണ്ടെങ്കിൽ നേരിട്ടു വാ, നീ നമുക്ക് ഫൈറ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ സൈക്കോയെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടേക്ക് ഒരു സ്നോ മൊബൈലിൽ ഒരാൾ കടന്നു വരുന്നു. അയാൾ ഗണ്ണെടുത്ത് കോളിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ ഒരു സമയത്ത് ചെയർ ലിഫ്റ്റിന്റെ മുകളിലായിരുന്ന കോൾ താഴേക്കെടുത്ത് ചാടുന്നു. താഴേക്കെടുത്ത് ചാടി അവൻ ആ സ്നോ മൊബൈലിൽ വന്ന ആളെ ആക്രമിക്കുന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് കോൾ എടുക്കുന്നു. ഗണ്ണ് അയാളുടെ നേരേക്ക് ചൂണ്ടിക്കൊണ്ട് അയാളുടെ ഹെൽമെറ്റ് അയച്ചു മാറ്റാൻ വേണ്ടി അവൻ ആവശ്യപ്പെടുന്നു. ഹെൽമെറ്റ് എടുത്ത് മാറ്റിയപ്പോൾ അത് ആ ബാറിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. ഇവര് ബീർ മേടിക്കാൻ പോയപ്പോൾ കണ്ട അയാൾ തന്നെ. അയാളുടെ ഇളയ മകളാണ് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട ആ ടീനേജ് ഗേൾ. ഇപ്പോൾ അയാൾ വന്നിരിക്കുന്നത് ഇവരെ ഈ സ്നോ ബോർഡിങ്ങിന് വന്നിരിക്കുന്ന ആളുകളെ ഭയപ്പെടുത്തുക, പേടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അയാൾ ഇവിടേക്ക് വന്നിരിക്കുന്നതെന്ന് അയാൾ കോളിനോട് പറയുന്നു. അങ്ങനെ കോൾ ആ തോക്കുകൊണ്ട് അയാളെ തലക്കടിച്ച് വീഴ്ത്തിയതിനു ശേഷം അവൻ സ്നോ ബോർഡ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അയാൾ അല്പസമയം കഴിഞ്ഞപ്പോൾ ആ സ്നോ മൊബൈൽ എടുത്തുകൊണ്ട് കോളിനെ പിന്തുടർന്നു വരുന്നു. കോളിനെ അയാൾ ഫോളോ ചെയ്ത് വരുന്നതിനിടയിൽ ആരോ 2 മരങ്ങൾക്കിടയിലൂടെ ഒരു വയർ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അയാളുടെ തല തട്ടുകയും അങ്ങനെ അയാളുടെ തല കട്ടായി പോവുകയും ചെയ്യുന്നു. ശേഷം ടൗണിലെത്തിയ കോൾ സഹായത്തിന് വേണ്ടി അവിടെയുള്ള ബാറിന്റെ ഉള്ളിൽ കയറി നോക്കുന്നു. ബാറിന്റെ ഉള്ളിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ ആ ബാറിന്റെ ബാക്ക് സൈഡിലുള്ള ഡോറ് വഴി പുറത്തേക്ക് കടന്നു നോക്കിയപ്പോൾ ഒരു ഷ്രെഡർ മെഷീൻ അവനെ ഇടിക്കാനായി വന്നുകൊണ്ടിരിക്കുന്നു.
അവൻ പെട്ടെന്ന് തന്നെ വന്ന ആ ഡോറ് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് തുറക്കാൻ അവന് സാധിക്കുന്നില്ല. ആ ഷട്ടർ മെഷീൻ അവന് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാനായി പരമാവധി ശ്രമിക്കുന്നു, പക്ഷെ പറ്റുന്നില്ല. ആ ഷട്ടർ മെഷീനിൽ സൈക്കോ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് സൈക്കോ അവന്റെ മുഖം മൂടി അഴിച്ചു മാറ്റുന്നു. നോക്കുമ്പോൾ സൈക്കോ ഈ ബാറിൽ ജോലി ചെയ്യുന്ന അയാളുടെ മകളായ ഷെല്ലിയായിരുന്നു ആ സൈക്കോ. ഈ മഞ്ഞുമലയിൽ സ്നോ ബോർഡിംഗ് ചെയ്യാൻ വന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റ് കാരണം ഷെല്ലിയുടെ അനിയത്തി മരണപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ഷെല്ലി ഇങ്ങനെ സൈക്കോ ആയി മാറിയത്. പിന്നീട് അവൾ ഇവിടെ സ്നോ ബോർഡിംഗ് ചെയ്യാൻ വരുന്ന ആളുകളെല്ലാം വളരെ തന്ത്രപരമായി കൊന്നൊടുക്കുകയായിരുന്നു. ഇപ്പോൾ അവൾ കോളിനെ കൊല്ലാനായി വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സമയത്ത് വളരെ യാദൃശ്യമായി പൈക്ക് മരിച്ചു എന്ന് കരുതിയ പൈക്ക് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. പൈക്ക് അവളുടെ കയ്യിലുള്ള ഗണ്ണുപയോഗിച്ച് ഷെല്ലിയെ ഷൂട്ട് ചെയ്യുന്നു. തുടർന്ന് ഷെല്ലി ഷട്ടിംഗ് മെഷീന്റെ ഉള്ളിൽ പെടുന്നു. അങ്ങനെ അവളുടെ ശരീരമാകെ ചിതറിപ്പോകുന്നു. ആ ഷട്ടിംഗ് മെഷീൻ പൈക്ക് ഓഫ് ചെയ്യുന്നു. ശേഷം അവൾ കോളിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നു. തുടർന്ന് കോളും പൈക്കും അവരുടെ ജീപ്പിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ഇതോടുകൂടി ഇവിടെ ഈ സിനിമ അവസാനിക്കുന്നു. ഹേ ഗായ്സ്, ദിസ് ഈസ് ത്രില്ലേഴ്സ് മൂവി റീക്യാപ്സ്. ഈ സിനിമയുടെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.